ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറേ ഞാൻ ധാരാളം ടെക്നിക്കുകൾ അപ്ലൈ ചെയ്ത് നോക്കി. സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടും ഒരുപാട് ടെക്നിക്കുകൾ പല പല യൂട്യൂബ് വീഡിയോസിൽ നിന്ന് കണ്ടിട്ടൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഒരു എക്സാക്റ്റ് റിസൾട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല, ഞാൻ തളർന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന അത്തരം ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ, ഇനി അതല്ല നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, നിങ്ങൾ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. എന്താണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നല്ല സ്ഥലത്ത് പോകുന്ന സമയത്ത് ഫോട്ടോ ഇടുക, അത് പോസ്റ്റ് ചെയ്യുക, അത് സ്റ്റോറി ഇടുക, റീലാക്കി ഇടാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ റീലാക്കി ഇടുക. അങ്ങനെ നമ്മളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ആ ഒരു വ്യക്തി ഇത് കാണട്ടെ. നമ്മൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയാണ്, നമ്മളിവിടെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയൊന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചില്ലായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അതവർ കാണണം. അവർ കണ്ടില്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ കണ്ടിട്ട് അവരോട് പറയണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ സീക്രട്ട്. മനസ്സിലായോ? രണ്ടാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ഇതുമായി ചെറിയ ഒരു കണക്ഷൻ ഉണ്ട്. ഒരു മൈക്രോ മിസ്റ്ററി എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഇടുകയാണ് ഒരു സ്ഥലത്ത് പോയത്, അതിൻ്റെ താഴത്ത് തന്നെ വയനാട് എന്ന് എഴുതി വെക്കാതിരിക്കുക. ചിലപ്പോൾ ആ ഫോട്ടോ കണ്ടതുകൊണ്ട് വയനാടാണോ മൂന്നാറാണോ എന്നൊന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അവിടെ എഴുതി വെക്കുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി പോയി, അവർക്ക് ഇത് എവിടെയാണ് എന്താണ് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ആളുകളാണെങ്കിൽ പിക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. പക്ഷേ എങ്കിലും നമ്മൾ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഒരു പോസ്റ്റിലും ഒരു റീലിലും ഒന്നും കൊടുക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. എന്നാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും വേണം. നമ്മൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാണ്, നമ്മൾ ഹാപ്പിയാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റാറ്റസുകളും പോസ്റ്റുകളും ആയിരിക്കണം നമ്മൾ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ ഇടേണ്ടത്, ചുരുക്കി പറഞ്ഞാൽ. പക്ഷെ അതിലൊക്കെ ഒരു മൈക്രോ മിസ്റ്ററി ഉണ്ടായിരിക്കണം. അവർക്കൊരു ക്യൂരിയോസിറ്റി വേണം. ഇതെവിടെയാണ്? ഇപ്പം ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളുടെ കൂടെ ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴത്ത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ടാഗ് ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. അത് ഫ്രണ്ടാണെന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും, അല്ലേ? നേരെ മറിച്ച് ആ ഒരു സെൽഫി ഇടുന്നു, ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സെൽഫി ആണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്യും? ഓ, ഇവന് പുതിയ ആൾ സെറ്റായി, അല്ലെങ്കിൽ ഇവൻ വേറെ ആളെ നോക്കാൻ തുടങ്ങി, ഇവൻ്റെ ഹാപ്പിയാണ്. ഇങ്ങനെ തോന്നുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ചേസിങ് വരും. ഐ എം ഷുവർ ദാറ്റ്. സൈക്കോളജി അതാണ്. ഈ പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഉള്ളിലൊരു ചേസിങ് ഉണ്ടായിരിക്കും. നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതാരാണെന്നറിയാൻ ഒരു ക്യൂരിയസ് ഉണ്ടായിരിക്കും. നിങ്ങളെ മിസ് ചെയ്യും, 100% ഷുവർ മിസ് ചെയ്യും. ആ വ്യക്തിയോട് അസൂയ തോന്നും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. അവർക്ക് ദേഷ്യം വരും നിങ്ങളോടൊരു റിയൽ പ്രണയം ഉണ്ടെങ്കിൽ. അവരുടെ മൂഡ് മൊത്തത്തിൽ മാറി മറിയും, തോട്ട് പ്രോസസ്സ് നടക്കും. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ടെക്നിക്കാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ മിസ്റ്ററി, അതാരാണ് എന്താണെന്നുള്ളതൊന്നും അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കരുത്. ഇത് ഇപ്പം ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിരിക്കും. നിങ്ങളത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർ ഓപ്പോസിറ്റായിട്ടും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക കോമൺ സെൻസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മൈക്രോ മിസ്റ്ററി വരും. അവർക്ക് മിസ്സിങ് വരും, ജലസ് വരും, ദേഷ്യം വരും, തിങ്കിങ് വരും. ഇതൊക്കെയാണ് നമുക്ക് വരേണ്ടത് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, നിങ്ങളൊരു യാത്ര പോവുക, നിങ്ങളെ സ്വയം ഒന്ന് ഹീൽ ചെയ്യുക, പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അത്ര തന്നെ, ഒരു ട്രിപ്പ് പോവുക എന്നുള്ളതാണ് അടുത്തൊരു സീക്രട്ട്. നാലാമത്തെ ഒരു സീക്രട്ടായിട്ട് പറയുന്നത്, നിങ്ങൾ അവിടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തിരിച്ച് കൊറിയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക, എങ്ങനെയാണെങ്കിലും അത് തിരിച്ചേൽപ്പിക്കുക. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മൂവ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മൂവ് ഓൺ ആയി എന്നുള്ളത് അവർ വിചാരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം?
നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ചില്ലാണ് എന്നുള്ളത് അവരറിയണം. ഒന്നുമില്ലെങ്കിൽ കോമൺ സുഹൃത്തുക്കൾ വഴി അറിയും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അറിയും. നിങ്ങൾ അവരെ ശല്യം ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പോകരുത്. എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തുക. കുറച്ച് മൂവ് ഓൺ ആയി അവരെന്തെങ്കിലും മെസ്സേജൊക്കെ അയക്കുകയാണെങ്കിൽ ഷോർട്ടായിട്ട് റിപ്ലൈ ചെയ്യുക. ആ രീതിയിൽ അവർക്ക് തോന്നണം നിങ്ങൾ ടോട്ടലി ചേഞ്ച്ഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേകതരം ചേസിങ് ഉള്ളിലുണ്ടാവും. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് പറയുമ്പോൾ മൂവ് ഓൺ ആയി എന്നൊക്കെ സാറെ ചിന്തിക്കാൻ അല്ലെങ്കിൽ സാർക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രയാസമാണ്. എനിക്കറിയാം, നിങ്ങളുടെ ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രക്രിയയിൽ പോയി കഴിഞ്ഞാൽ ആ മൂവ് ഓൺ ആവുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്തതുകൊണ്ടോ വിളിച്ചതുകൊണ്ടോ സംസാരിച്ചതുകൊണ്ടോ ഒന്നും വലിയൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ആവാൻ പോകുന്നില്ല. ചെറിയ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യവുമില്ല. ഓക്കെ, ഞാൻ പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്കിങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് മിസ്സിങ് വരും, നിങ്ങളുടെ പ്രസൻസ് തീരെ അറിയുന്നില്ല, കിട്ടുന്നില്ല. മാത്രമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഫുൾ ജോളിയാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും, വിളിക്കും, മെസ്സേജ് അയക്കും, ഒക്കെ ചെയ്യും. അപ്പോൾ ആലോചിക്കുന്ന സാറേ ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് ഫെയിലായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അടുത്തൊരു കാര്യം ഞാൻ പറയാം, ലവ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം വളരെയധികം ഡിഫിക്കൽട്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷം റിസർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. അതെല്ലാം കൂടി ഉൾപ്പെടുത്തി 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഒരു 15 മിനിറ്റ്, അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം ബേസ്ഡ് ഓൺ ലോ ഓഫ് അട്രാക്ഷനാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ തോട്ടിൻ്റെ പവറിലൂടെയാണ് നമ്മൾ ഈ ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരിക്കലും നമ്മളൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിട്ടോ അല്ല നമ്മൾ ഇതിൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്രം ചെയ്താൽ മതി, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ ആ വ്യക്തിക്ക് വരികയും നിങ്ങളെ തേടി വരികയും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും പാച്ചപ്പ് ആവുകയും ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് വരികയും ഒക്കെ ചെയ്യും. സോ അത്രയും പവറുള്ള ഒരു കോഴ്സാണ് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ്. പക്ഷേ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്രം, അഥവാ 21 ദിവസം തുടർച്ചയായി രാവിലെ ഒരു 15 മിനിറ്റും രാത്രി ഒരു 15 മിനിറ്റും മാറ്റിവെക്കാനുള്ള ആളുകളാണെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. ഇനി സാറേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സാറ് ചെയ്തു തരണം, അല്ലെങ്കിൽ സാറിന് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ട. ഇത് തോട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ ഈ ഒരു ലവ് മാസ്റ്ററി പറയുന്ന കോഴ്സ്. അപ്പം അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തയുടെ പവർ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനും അതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിന് സമയം മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചോളൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. 21 ദിവസം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സമയത്തല്ല, ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നടന്ന ബ്രേക്കപ്പോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡൗൺ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു ഡൗട്ട് ക്ലിയറൻസിനും കാര്യങ്ങൾക്കൊക്കെ ഒരു പേഴ്സണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരാളുണ്ടായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഈ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്, അഥവാ 21 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും അതെല്ലാം എൻ്റെ തന്നെ ഗൈഡൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് 100% അതിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സപ്പോർട്ടിന് വേണ്ടിയിട്ട് വിളിക്കാം. ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരം സപ്പോർട്ടുകളോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.